ഹായ്. ICC ചാമ്പ്യൻസ് ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. വാ. ICC ചാമ്പ്യൻസ് ട്രോഫി പേര് പറയുന്നത് പോലെ തന്നെ ഇതിന്റെ ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത് ICC അഥവാ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ്. ആദ്യമായിട്ട് ICC ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് 1998 ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ്. പ്രഥമ എഡിഷനിൽ അന്ന് വിജയികളായത് സൗത്ത് ആഫ്രിക്കയാണ്. ഇനി നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്ത്യ ഇതുവരെയായിട്ട് 3 തവണ ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇന്ത്യ സ്വന്തമാക്കിയത് 2002 അന്ന് ഇന്ത്യ ഒറ്റയ്ക്കല്ല, ശ്രീലങ്കയുമായിട്ടായിരുന്നു ഈ ഒരു കപ്പ് ഇന്ത്യ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് ഇന്ത്യ സ്വന്തമാക്കുന്നത് 2013 ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ഇന്ത്യ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ മൂന്നാമതായിട്ട് ഇന്ത്യ 2025 ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ഈ ഒരു നേട്ടം സ്വന്തമാക്കി. ഇന്ത്യ കഴിഞ്ഞാൽ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ച ടീം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ ഇതുവരെയായിട്ട് 2 തവണ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ തവണ വിജയിച്ചുള്ള ശ്രീലങ്ക, ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്ത കാര്യം പറഞ്ഞു, അതുപോലെ ന്യൂസിലാൻഡ്, അതുപോലെ സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, പാകിസ്ഥാൻ, ഇത്രയും ടീമുകൾ ഓരോ തവണ ICC ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഹോസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. 2006 ഇന്ത്യ ആദ്യമായിട്ട് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യ ഇതുവരെ ആതിഥേയത്വം വഹിച്ചിട്ടില്ല. ഇനി നടക്കാൻ വേണ്ടി പോകുന്ന 2029 ടൂർണമെന്റിൽ ഇന്ത്യ ആയിരിക്കും ഹോസ്റ്റ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ 9ാമത്തെ എഡിഷൻ ആയിരുന്നു. 2025 ഫെബ്രുവരി 19 തൊട്ടിട്ട് മാർച്ച് 9 വരെയാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നത്. ഇതിൽ നമ്മുടെ ഇന്ത്യ വിജയിച്ചു. ആരെ പരാജയപ്പെടുത്തി? ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വിജയിച്ചത്. ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് രോഹിത് ശർമ്മയും, അതുപോലെ ടൂർണമെന്റ് താരം അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിന്റെ രജിൻ രവീന്ദ്രയുമായിരുന്നു. 8 രാജ്യങ്ങൾ പങ്കെടുത്ത ഈ ഒരു ടൂർണമെന്റ് ഹോസ്റ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയത് പാകിസ്ഥാൻ ആയിരുന്നു. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് കാരണം ഇന്ത്യയുടെ മത്സരങ്ങൾ മുഴുവനായിട്ടും നടന്നത് UAE വെച്ചിട്ടായിരുന്നു. ഫൈനൽ ഉൾപ്പെടെ UAE വെച്ചിട്ടായിരുന്നു നടന്നത്. താങ്ക്